നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മാപ്പു പറഞ്ഞിട്ടും വിവാദം കടക്കാതെ KS ഹരിഹരൻ. കേസെടുക്കണമെന്ന് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും. ഹരിഹരനെ തള്ളിപ്പറഞ്ഞ് തലയൂരാൻ UDF. നാളെ 4ാം ഘട്ട വോട്ടെടുപ്പ്. 96 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. മോഡി ഗ്യാരണ്ടിക്ക് ബദൽ ഗ്യാരണ്ടിയുമായി കെജ്രിവാൾ. ഇന്നു രാത്രി കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഴയ്ക്ക് സാധ്യത. പുനലൂരിൽ ചുഴലിക്കാറ്റ്. വ്യാപക നാശം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം മൂലം ഒരു മരണം കൂടി. നാളെ നിലമ്പൂരിൽ ആരോഗ്യവകുപ്പിന്റെ യോഗം. പത്തനംതിട്ടയിൽ പക്ഷിപ്പനി. കരമനയിലെ അരുങ്കൊലയിൽ 2 പ്രതികൾ പിടിയിൽ. അഖിലിനെ കൊന്നവരിൽ ഇനി പിടിയിലാകാനുള്ളത് ഒരാൾ കൂടി മാത്രം. തൃശൂരിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ കസ്റ്റഡി. വിശദമായി കടക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഉയർന്ന അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി RMP നേതാവ് KS ഹരിഹരൻ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് RMP നേതാവ് KS ഹരിഹരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത്. പ്രസംഗം വിവാദമായതോടെ KS ഹരിഹരൻ സമൂഹമാധ്യമത്തിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. ഹരിഹരനെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിമർശനവുമായി രംഗത്തു വന്നു. UDFും RMPയും ചേർന്ന് വടകരയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തുടങ്ങിയവരും വേദിയിലിരിക്കെയാണ് ഹരിഹരന്റെ വിവാദ പരാമർശം ഉയർന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധമുയർന്നതോടെ ഹരിഹരൻ ഫേസ്ബുക്കിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. പൊതുപ്രസംഗം നടത്തുമ്പോൾ കയറി വരുന്ന ചില തെറ്റായ പ്രയോഗങ്ങളോ ധാരണകളോ ഒക്കെ ഉണ്ടാവും. അത് ബോധപൂർവ്വം അല്ലത്. നമ്മുടെ ഉള്ളിലുള്ള അബോധമായ ഒരു സംഗതി കയറി വരികയാണ്. നമുക്കത് അന്നേരം ബോധ്യപ്പെടണമെന്നില്ല. വിമർശനങ്ങൾ ഞാൻ സ്വീകരിക്കുകയും മാനസികമായിട്ട് വരുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ ധാരണകളിൽ രാഷ്ട്രീയ ധാരണകളിൽ വരുത്തേണ്ട അഴിച്ചുപണി നടത്തുകയും ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്നത്. ഞാൻ ആ വിമർശനങ്ങളെ മുഴുവൻ സ്വീകരിക്കുകയാണ്. എന്നാൽ ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് KK രമ രംഗത്തെത്തി. ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വിമർശനമാണിതെന്നും തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും രമ പ്രതികരിച്ചു. ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ്. ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. ഹരിഹരന്റെ പ്രസ്താവന UDF അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയപ്പോൾ പ്രസ്താവന 100% അനുചിതമായെന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു. 100% അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. സംഭവത്തിൽ ഹരിഹരനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. കോൺഗ്രസ് എത്തിപ്പെട്ട അങ്ങേയറ്റം അധമമായ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ നിയമനടപടി സ്വീകരിക്കും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി പറയും. ന്യൂസ് 18 കോഴിക്കോട്. KS ഹരിഹരനെതിരെ CPM രംഗത്തു വന്നു. KS ഹരിഹരന്റെ പരാമർശം ഖേദപ്രകടനത്തിൽ അവസാനിക്കില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ. ഹരിഹരന്റെ മാത്രം പ്രതികരണമായി ഇതിനെ കാണാൻ കഴിയില്ല. UDF വേദിയിലെ പ്രതികരണമാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇടപെട്ടില്ലെന്നും മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ ആസ്വദിക്കേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവെന്നും P മോഹനൻ ചോദിച്ചു. KS ഹരിഹരന്റെ മാത്രം ഒരു ആത്മനിഷ്ഠമായ പ്രതികരണമായിട്ട് കരുതുന്നില്ല. UDFന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ
നടന്ന ഒരു പ്രസംഗമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആരംഭിക്കാരനായ ഏതൊരാൾ ഒരു പ്രസംഗം നടത്തിയെന്നുള്ള നിലയിലല്ല. പ്രസംഗിക്കുമ്പോൾ ആര് വേദിയിലുണ്ട്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വേദിയിലുണ്ട്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയിലെ UDFന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഇതുപോലുള്ള ആളുകളെല്ലാം സ്റ്റേജിലിരിക്കെ അല്ലേ ഈ പരാമർശം നടത്തിയത്? ടീച്ചറെയും അതുപോലെ കേരളമെന്നല്ല ഇന്ത്യ മുഴുവൻ സ്നേഹിക്കുന്ന സിനിമാ താരമല്ലേ മഞ്ജു വാര്യർ? അത് അവരെ ഇത്രമാത്രം നികൃഷ്ടമായ നിലയിൽ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലൂടെ അധിക്ഷേപിച്ചിട്ട് അതൊരു കേവലം ഒരു നാടിൻ്റെ പ്രതിഷേധമായിരുന്നു എന്ന് കണ്ടപ്പോൾ വളരെ ലളിതമായൊരു ഖേദപ്രകടനത്തിലൂടെ അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? അതാണോ കരുതേണ്ടത്? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇടപെട്ടില്ല? ഈ വിവാദ പരാമർശത്തിൽ ഡിവൈഎഫ്ഐ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. VK സനോജാണ് പരാതി നൽകിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ നേതൃത്വം വടകര പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജനവിധി തേടും. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് നടക്കും. UPയിലെ 13 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11ഇടത്തും മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ 8ഇടത്തും 4ാം ഘട്ടത്തിലാണ് പോളിംഗ് നടക്കുന്നത്. 1717 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ നാളെ ജനവിധി തേടുന്നത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ മണ്ഡലത്തിലും നാളെയാണ് തെരഞ്ഞെടുപ്പ്. അധീർ രഞ്ജൻ ചൗധരി, അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര, YS ശർമിള, അസറുദ്ദീൻ ഒവൈസി, യൂസഫ് പഠാൻ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരം ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് അരവിന്ദ് കെജ്രിവാൾ. മോദി ഇതുവരെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഏത് ഗ്യാരണ്ടി വിശ്വാസത്തിലെടുക്കണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും കെജ്രിവാൾ പറയുന്നു. മോദി റിട്ടയർ ചെയ്താൽ ആര് ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. हमने जितनी गारंटी दी थी सारी गारंटी पूरी की. तो एक तरफ है मोदी की गारंटी, एक तरफ है केजरीवाल की गारंटी. मोदी की गारंटी का हम देख चुके हैं कि मोदी की गारंटी यकीन करने का लायक नहीं है. और अब तो अगले साल चूंकि मोदी जी रिटायर होंगे तो उनकी रिटायरमेंट के बाद मोदी की गारंटी कौन पूरी करेगा इसका भी कोई वो नहीं है. और केजरीवाल की गारंटी, केजरीवाल यही है, कहीं नहीं जा रहा. तो केजरीवाल की गारंटी पूरी करने की गारंटी केजरीवाल लेता है. मैं हवा में गारंटी नहीं देता. केजरीवाल की गारंटी एक ब्रांड है मार्केट के अंदर. കരമന അഖിൽ കൊലക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. മുഖ്യപ്രതികളിൽ ഒരാളായ വിനീതാണ് ഇന്ന് പിടിയിലായത്. ഇയാളെ ചെങ്കൽച്ചൂളയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. നേരത്തെ മറ്റൊരു പ്രതി അപ്പു എന്ന അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. കൊലയാളി സംഘത്തിൽപ്പെട്ട സുമേഷിനെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലയാളി സംഘം സഞ്ചരിച്ച വിഴിഞ്ഞത്തു നിന്നും വാടകയ്ക്കെടുത്ത വാഹനമോടിച്ച അനീഷും ഗൂഢാലോചനയിൽ പങ്കുള്ള കിരൺ കൃഷ്ണയും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. 2019 അനന്തു ഗിരീഷ് കൊലപാതക കേസിലെ പ്രതികളാണ് ഇവരെല്ലാം. ഈ കേസിൽ ഇവർ ജാമ്യത്തിലാണിപ്പോൾ. അഖിൽ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം തൃശൂർ 3 പീടികയിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേരും അറസ്റ്റിൽ. ആദിത്യൻ, അതുൽ കൃഷ്ണ എന്നിവരെയും പ്രായപൂർത്തിയാവാത്ത മറ്റ് 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അശ്വിന് മർദ്ദനമേറ്റത്. അശ്വിൻ്റെ ഹെൽമറ്റ് സംഘത്തിലുള്ള ഒരാൾ വാങ്ങിയത് തിരികെ കിട്ടാതായതോടെ മൊബൈൽ ഹെഡ്സെറ്റ് എടുത്തുകൊണ്ടുപോയിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. എറണാകുളം കിഴക്കമ്പലത്ത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചെത്തിയവർ ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ വെങ്ങോലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ഞിരമറ്റം വെട്ടക്കൽ വീട്ടിൽ മാർട്ടിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം DCC സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. DCC സെക്രട്ടറിയായ കൊച്ചി സ്വദേശി അമീർ ബാവ, ഷിജു എന്നിവർക്കെതിരെയാണ് കേസ്.
തൃശൂരിൽ ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കാണാനെത്തിയ സുഹൃത്തുക്കളാണ് പോലീസുകാരെ ആക്രമിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കുപറ്റി. 3 പേർ ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ 5 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസും ബാലാവകാശ കമ്മീഷനും. അംഗനവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് 5 വയസ്സുകാരന് പൊള്ളലേറ്റിരുന്നു. പിണറായി കോളോട് അംഗൻവാടി ജീവനക്കാരി വി ഷീബയ്ക്കെതിരെയാണ് കേസ്. ചുണ്ടിലും താടിയിലും സാരമായ പൊള്ളലേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് വേനൽ മഴ കനത്തേക്കും. വ്യാഴാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ഇന്ന് രാത്രി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലും നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും, ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും, വ്യാഴാഴ്ച തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത കാറ്റിൽ കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ അപകടമാണ് ഒഴിവായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പരസ്യ ബോർഡാണ് തകർന്നു വീണത്. ചുഴലിക്കാറ്റിൽ കൊല്ലം, പുനലൂർ, കരുകോൺ, കുട്ടനാട് ഭാഗത്ത് വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളുടെ മുകളിൽ മരം കടപുഴകി വീണു. മേഖലയിൽ 10,000-ലധികം വാഴകൾ ഒടിഞ്ഞു വീണു. അതേസമയം മഴ പെയ്തു കിടന്ന റോഡിൽ നിയന്ത്രണം നഷ്ടമായ കാർ കോഴിക്കോട് പുല്ലൂരാംപാറയിൽ അപകടത്തിൽപ്പെട്ടു. റോഡിൽ തെന്നി നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ശക്തമായ വേനൽ മഴ ലഭിച്ചതോടെ പാലക്കാടൻ പാടങ്ങളിൽ കൃഷിയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. പാടങ്ങളിൽ ആദ്യഘട്ട ഉഴുതുമറിക്കലാണ് ഇപ്പോൾ ആരംഭിച്ചത്. കടുത്ത വേനലിൽ വെന്തുരുകിയ മണ്ണിലേക്കാണ് വേനൽ മഴ പെയ്തിറങ്ങിയത്. കർഷകർക്ക് ആശ്വാസം പകർന്ന് വേനൽ മഴ എത്തിയതോടെയാണ് കൃഷിയൊരുക്കം. ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിലേക്ക് കർഷകർ കടന്നു. ഒന്നോ രണ്ടോ മഴ കൂടി ലഭിച്ചാൽ മണ്ണൊരുക്കാനാവും. ഒരു മഴ കൂടി കിട്ടിയാൽ മാത്രമേ മഴ സുഭിക്ഷമായി കിട്ടിയാൽ നമുക്ക് ഇനി അടുത്ത പഞ്ചിറക്കാൻ ഒക്കത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം പൂട്ടിയിട്ട് കഴിഞ്ഞു. ഇനി നമ്പ് എന്ന് പറയുന്ന ഒരു സാധനം അതൊക്കെ മുളച്ച് ഒന്ന് പൂട്ടിയിട്ട് ഒരു മഴ കൂടി കിട്ടിയാലേ എനിക്ക് കൃഷിപ്പണി ആരംഭിക്കാൻ കഴിയുള്ളൂ. ഈ മഴ നല്ലൊരു ആശ്വാസം തന്നെയാണ്. ഇനി ഈ മാസം ലാസ്റ്റോളം മെയ് ലാസ്റ്റ് തുറക്കണം. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ മെയ് 19 ഞങ്ങൾ നാറുവായി 20-25 പറിച്ചു നട്ടു. നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഈ പാടങ്ങളൊക്കെ വെള്ളോടി വരുന്ന പാടങ്ങളാണ്. അതുകൊണ്ട് കാലവർഷം പകുതിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ നാറാവണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ പഞ്ച കിട്ടത്തുള്ളൂ. പാടത്തേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിയാൽ നിലമൊരുക്കി വിത്തെറിയാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. 2 ഇടമഴയാണ് പാലക്കാട് ഇതുവരെ ലഭിച്ചത്. ഇടവിട്ട് മഴ ലഭിച്ചാൽ നെൽപ്പാടം ജലസമൃദ്ധമാവും. മഴ പെയ്ത് നീരണിഞ്ഞിരിക്കുന്നു പാലക്കാടൻ പാടങ്ങൾ. ഇനിയും ലഭിക്കണം 1-2 ഇടമഴ.
അതിനുശേഷം ഞാറ്റടിയുടെ കാലമാണ്. എന്തായാലും കാലവർഷം കൃത്യസമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഇപ്പോൾ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ രാജ്യഭീഷണിയുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വരുന്നു. പെരിയ കൊലക്കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ നിലവിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്നാണ് ആരോപണം. ഉണ്ണിത്താനു വേണ്ടി പുറത്തു പോകുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ ബാലകൃഷ്ണൻ പെരിയ കുറിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കാസർഗോഡുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. KV ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, വളരെ പ്രധാനപ്പെട്ട ആരോപണം ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പശ്ചാത്തലം, എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്തെ, കഴിഞ്ഞ ദിവസം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതിയും CPIM പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിൽ ഉണ്ണിത്താൻ പ്രധാനമായും പറഞ്ഞത് രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചവർക്ക് മാപ്പില്ലെന്നും, അതുപോലെ തന്നെ രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവരത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളി പറയുന്നുവെന്നായിരുന്നു ഉണ്ണിത്താൻ ഈ FB പോസ്റ്റിലൂടെ അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ KPCC സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ബാലകൃഷ്ണൻ പ്രധാനമായും ഉന്നയിക്കുന്നത് കല്യോട്ടെ കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്ന ഗുരുതര ആരോപണമാണ്. ഇതിന്റെ ചിത്രവും ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ പെരിയ. അന്ന് തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണവും ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ശരത് ലാൽ കൃപേഷ് കൊലപാതക കേസിൽ 1000 രൂപ പോലും ചെലവഴിക്കാതെ തന്നെ പോലെ രക്തസാക്ഷി കുടുംബങ്ങളായി മാറിയ സാധാരണക്കാരെ പുച്ഛിക്കാൻ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്ന് അഹങ്കരിക്കുന്നവർ എന്നും ഉണ്ണിത്താനെതിരെ ഒരു ആരോപണം ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബാലകൃഷ്ണൻ പെരിയ ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരെയും പരസ്പരം തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയവൻ പറയുന്നു പുറത്തുപോകാൻ. അത് ഉണ്ണിത്താന് വേണ്ടി പുറത്തു പോകുന്നു എന്ന ഒരു വാചകമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഒടുവിൽ ഈ ഒറ്റ രാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കി വാർത്താ സമ്മേളനത്തിൽ താൻ വ്യക്തമാക്കുമെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞിരിക്കുന്നത്. TG. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് കാസർഗോഡ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത് എന്ന സാഹചര്യമുണ്ട്. പെരിയ കേസുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഉയരുന്നത്. ബൈജു, ഒരു കാര്യം കൂടി, ഇതിൽ ഉണ്ണിത്താന്റെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? കാരണം ഇത് KPCCയുടെ നേതൃത്വത്തിൽ ഇടപെടേണ്ടി വരുന്ന ഒരു വിഷയമായി മാറുകയാണല്ലോ. TG, ഉണ്ണിത്താനെ ഇത് സംബന്ധിച്ച് ഉണ്ണിത്താന്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഉണ്ണിത്താൻ ഇപ്പോൾ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ആണുള്ളത്. ഈ കാസർഗോഡ് നിലവിൽ ഉണ്ണിത്താനില്ല. ഇതുവരെ ഉണ്ണിത്താൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഉണ്ണിത്താന്റെ പ്രതികരണം ഉടൻ ലഭ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഇപ്പോൾ KPCC സെക്രട്ടറി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ബാലകൃഷ്ണൻ പെരിയ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഉണ്ണിത്താന് വേണ്ടി സജീവമായി രംഗത്ത് വന്ന ഒരാളാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ അത് ബാലകൃഷ്ണൻ പെരിയ വ്യക്തമാക്കുന്നുമുണ്ട്. തൊണ്ട കീറി താൻ പ്രസംഗിക്കാൻ ഉണ്ണിത്താന് വേണ്ടി ജില്ലയിലുടനീളം താൻ പോയിരുന്നു എന്ന രീതിയിലൊക്കെ ഇതിൽ പരാമർശമുണ്ട്. എന്തായാലും ഇതിലൊരു പ്രതികരണം ഉണ്ണിത്താന്റെ ഉണ്ടാകും. ഇതുവരെ ഉണ്ണിത്താൻ ഇതിന് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. TG. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ബൈജു, നാളെ ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കാരണം പെരിയ ഇരട്ട കൊലപാതക കേസ് കോൺഗ്രസിനെ സംബന്ധിച്ച് രക്തസാക്ഷി വിഷയമാണ്. അവരെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികളുമായി അവിടുത്തെ MPക്ക് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന് ബന്ധമുണ്ട് എന്ന ആക്ഷേപം സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. നാളെ അടക്കം അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മലപ്പുറത്ത് ആശങ്കയായി മഞ്ഞപ്പിത്തം പടരുകയാണ്. രോഗം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ഇതോടെ ഈ വർഷം ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത് 7 പേരാണ്. സ്ഥിതി ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പോത്തുകൽ സ്വദേശി സക്കീർ മരിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് സ്വകാര്യ ചികിത്സയിലായിരുന്നു സക്കീർ. കഴിഞ്ഞ വെള്ളിയാഴ്ച ചാലിയാർ സ്വദേശി റനീഷ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. ജില്ലയിൽ ഈ മാസം മഞ്ഞപ്പിത്തം ബാധിച്ചുണ്ടായ 2ാമത്തെ മരണമാണ് സക്കീറിന്റേത്. കഴിഞ്ഞ ദിവസം പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനും അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. 14 വയസ്സായിരുന്നു.
ഈ വർഷം ഇതുവരെ 7 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത്. മലപ്പുറം ജില്ലയിൽ ജനുവരി മുതൽ 3180-ലേറെ പേർക്ക് രോഗലക്ഷണമുണ്ടായിരുന്നു. 1032 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കുടുംബത്തിൽ 7 അംഗങ്ങളിൽ 6 പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട്. ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത്. ഇന്നും അവർ ആ അസുഖത്തിൻ്റെ നിന്ന് വേർപെട്ടിട്ടില്ല. മഞ്ഞപ്പിത്തബാധ കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ന്യൂസ് 18 തിരൂർ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട ജില്ലയിലെ പ്രദേശങ്ങളിൽ താറാവിനെ കള്ളിംഗ് വിധേയമാക്കാനുള്ള നടപടികൾ നാളെ ആരംഭിക്കും. തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത്. താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്നായിരുന്നു പരിശോധന. നിരണം പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേരും. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAയുടെ കൈവശം ഇടുക്കിയിലുള്ള ഭൂമി ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്ന് CPM കയ്യേറ്റം നടത്തിയ കേസ് നിലനിൽക്കെയാണ് കുഴൽനാടൻ ആ ഭൂമി വാങ്ങിയത്. പ്രതിയാക്കപ്പെട്ടവർ രക്ഷപ്പെടാൻ വഴി തേടിയാണ് കുഴൽനാടനെ സമീപിച്ചതെന്നുമാണ് ആക്ഷേപം. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രശ്നങ്ങൾ കോടതിയിലെത്തിച്ചത് കുഴൽനാടനാണ്. സമരപരിപാടികൾക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി രൂപം നൽകുമെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. CPMന്റെ നിലപാട് ഒന്ന്, സർക്കാരിന്റെ ഭൂമി അനധികൃതമായി കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച റിസോർട്ടിന്റെ ഉടമയായി മാറിയപ്പോൾ മാത്യു കുഴൽനാടൻ ചെയ്യേണ്ടത് ധാർമ്മികമായി 55 സെന്റ് സ്ഥലം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അതിന് മഞ്ഞഞ്ഞ ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് കൃത്യമായ തട്ടിപ്പാണ്, ഭൂമി തട്ടിപ്പാണ്, സാമ്പത്തിക ക്രമക്കേടുണ്ട്. അതുകൊണ്ട് അത് വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിലായ ഒരാളായ സുമേഷും കൂടി പിടിയിലായിരിക്കുന്നു. കൊലപാതകം നടത്തിയ 3 പേരും പിടിയിലായി എന്നതാണ് പ്രത്യേകത. ഇതോടുമായി ബന്ധപ്പെട്ട് 48 മണിക്കൂറിനുള്ളിൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. VV വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, എന്താണ് പോലീസിന്റെ നീക്കം? ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? മുഴുവൻ പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ സുമേഷാണ് പിടിയിലായത്. ഈ കൃത്യത്തിൽ പങ്കെടുത്ത 3 പേരിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് സുമേഷ്. 3 പേരെ ഇന്ന് കേസിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വാഹനം ഓടിച്ച അനീഷ്, അതോടൊപ്പം തന്നെ പ്രതികൾക്ക് ഒത്താശ ചെയ്ത ഹരിലാൽ കിരൺ എന്നിവരാണ് റിമാൻഡിലായത്. കൊല്ലപ്പെട്ട അഖിലും കിരണും തമ്മിൽ ബാറിലുണ്ടായ തർക്കമാണ് നിഷ്ഠൂരമായ കൃത്യത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ട പ്രതികളായ അപ്പു എന്ന അഖിൽ, വിനീഷ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മറ്റ് പ്രതികളായ ഇവർക്ക് സഹായം ചെയ്തു എന്ന് കരുതുന്നവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസ് തുടരുന്നുണ്ട്. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് 1 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ പേരെയും പിടികൂടാനായി എന്നത് ആശ്വാസകരമായ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും. പോലീസിനെ അങ്ങേയറ്റം പഴികേൽപ്പിച്ചതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ. ഇതിൽ വേഗത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിയുന്നു. മുഖ്യപ്രതികളെ എല്ലാവരും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ പുതിയതായി 3 ദേവീ വിഗ്രഹങ്ങൾ കൂടി പ്രതിഷ്ഠിക്കുന്നു. ഒറ്റ വെണ്ണക്കല്ലുകളിൽ കൊത്തിയ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുക. ആദിപരാശക്തി ദേവി, ദേവിയുടെ കാവൽക്കാരായ ദുർഗ, രാജമാതങ്കി, സിംഹം, നന്ദികേശൻ എന്നിവയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ഇന്നലെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു. ജൂലൈയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന 100ഓളം സന്യാസിമാരുടെയും പുരോഹിതന്മാരുടെയും കാർമ്മികത്വത്തിൽ ദേവീ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠ നടക്കും. ദ്വാരകാ മഠത്തിൽ നിന്നെത്തുന്ന കൃഷ്ണ ദേവാനന്ദഗിരി മഹാരാജ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കുമെന്ന് ക്ഷേത്രം മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രൻ പറഞ്ഞു. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6725, പവന് 53,800. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5595, പവന് 44,760. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോഗ്രാമിന് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.
perjured and കൊലക്കേസിൽ